നമ്മുടെ വേദനകളെ എങ്ങനെ പുതിയൊരു കഥയാക്കി മാറ്റാം? നമുക്കെല്ലാവർക്കും ഓരോ കഥകളുണ്ട്, അല്ലേ? ചിലപ്പോൾ ആ കഥകൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ കുടുക്കിയിടാറുണ്ട്. പക്ഷേ ആ വേദനയുടെ പേജ് മറിച്ചിട്ട് ശക്തിയുടെ ഒരു പുതിയ കഥ എങ്ങനെ തുടങ്ങാം? നമുക്ക് ഒരുമിച്ച് നോക്കാം. ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടു നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ ദുരനുഭവങ്ങളല്ല, മറിച്ച് അതിനെ അതിജീവിച്ച പ്രകാശമാണ്. എന്തൊരു ശക്തിയുള്ള വാക്കുകളാണിത്! അതായത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മോശം കാര്യങ്ങളല്ല നമ്മളെ നിർവചിക്കുന്നത്. അതിനെയെല്ലാം നമ്മൾ എങ്ങനെ തരണം ചെയ്തു എന്നതിലാണ് നമ്മുടെ യഥാർത്ഥ ഐഡന്റിറ്റി. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഡോക്ടർ നീതു കെ.എസിന്റെ കാഴ്ചപ്പാടുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അവരൊരു ഹാപ്പിനെസ് ഹീലർ കോച്ചാണ്. സന്തോഷവും മാനസിക സൗഖ്യവും കണ്ടെത്താൻ ആളുകളെ സഹായിക്കുന്ന ഒരാൾ. അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങളിലൂടെ പഴയ ചിന്തകളെ മാറ്റി പുതിയൊരു തുടക്കത്തിലേക്ക് എങ്ങനെ പോകാം എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഈ യാത്രയിലെ ആദ്യത്തെ ഒരു സ്റ്റേജാണ് അതിജീവനത്തിന്റെ കഥ. ഇത് നമ്മുടെ ഭൂതകാലം വർത്തമാനകാലത്തെ ഭരിക്കുന്ന ഒരവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ നമ്മളിൽ പലരും അറിയാതെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ കുടുങ്ങിപ്പോകാറുണ്ട്. അപ്പോ എന്താണ് ഈ അതിജീവന മനോഭാവം? ശരിക്കും പറഞ്ഞാല് നമുക്ക് എന്ത് സംഭവിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാവും നമ്മൾ നമ്മളെ തന്നെ കാണുന്നത്. ഉദാഹരണത്തിന്, ഞാൻ ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരാളാണ് എന്നൊക്കെ ചിന്തിക്കുന്നത് പോലെ. നമ്മൾ ജീവിക്കുന്നത് മുഴുവൻ പഴയ ഓർമ്മകളിലായിരിക്കും, ഇപ്പോഴത്തെ ഈ നിമിഷത്തിലായിരിക്കില്ല. ഇതൊരു തരം വേദനയിൽ സ്റ്റക്കായി പോയ ഒരു കഥ പോലെയാണ്. പക്ഷേ ഒരു നിമിഷം, നിങ്ങളുടെ കഥ അവിടെ തീരേണ്ട ഒന്നല്ലെങ്കിലോ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലേ? കാരണം ഈയൊരു ചോദ്യത്തിൽ നിന്നാണ് മാറ്റത്തിന്റെ എല്ലാ സാധ്യതകളും തുടങ്ങുന്നത്. അവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട വഴിത്തിരിവിലെത്തുന്നത്. അതായത്, സൗഖ്യമാക്കൽ ഒരു തിരഞ്ഞെടുപ്പാണെന്ന തിരിച്ചറിവ്. അത് വെറുതെ അങ്ങ് സംഭവിക്കുന്ന ഒന്നല്ല, നമ്മൾ ബോധപൂർവം എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഹീലിംഗ് അഥവാ സൗഖ്യമാക്കൽ എന്നതിനെപ്പറ്റി നമ്മളിൽ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. സംഭവിച്ചതെല്ലാം മറക്കുകയോ മായ്ച്ചുകളയുകയോ അല്ല ഹീലിംഗ്, മറിച്ച് ആ നടന്ന കാര്യങ്ങൾക്ക് ഇപ്പോൾ എന്തർത്ഥം നൽകണം എന്ന് നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്നതാണ് യഥാർത്ഥ ഹീലിംഗ്. അപ്പോ ഈ മാറ്റം എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ അതിജീവനത്തിൽ നിന്ന് സൃഷ്ടിയിലേക്ക് മാറുന്നു. വെറുതെ ഓർമ്മകളിൽ ജീവിക്കുന്നതിനു പകരം ആ ഓർമ്മകൾക്ക് പുതിയൊരർത്ഥം കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ പഴയ വേദനയെ നമ്മൾ പുതിയൊരു ശക്തിയാക്കി മാറ്റുകയാണ്. ഇതാണ് ആ വലിയ മാറ്റം. അങ്ങനെ ആ ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോൾ നമ്മൾ എത്തുന്നത് ശക്തിയുടെ കഥ എന്ന പുതിയൊരു അധ്യായത്തിലേക്കാണ്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിന് പുതിയൊരു ദിശാബോധം നൽകുന്നത്. ഒരു കാര്യം മനസ്സിലുറപ്പിക്കുക, നിങ്ങളുടെ കഥ ഒരിക്കലും വേദനയിൽ അവസാനിക്കുന്നില്ല, അത് ശക്തിയിലാണ് തുടങ്ങുന്നത്. ഈയൊരു തിരിച്ചറിവില്ലേ, അതുതന്നെയാണ് ഹീലിംഗ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനം. അപ്പോ ഈ പുതിയ ശക്തിക്കൊരു ശബ്ദമുണ്ടാവില്ലേ? നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന ആ പുതിയ കഥ, അതെങ്ങനെയായിരിക്കും? ഇതാണ് ആ ശബ്ദം. ഞാൻ സൗഖ്യപ്പെടുന്നു, ഞാൻ പൂർണ്ണമാണ്. ഇത് വെറും വാക്കുകളല്ല, ഇതൊരു പ്രഖ്യാപനമാണ്. നമ്മുടെ പുതിയ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഒരു ഉറച്ച തീരുമാനം. ഓക്കെ, അപ്പോൾ ഈ പുതിയൊരു കഥ നമ്മൾ കണ്ടെത്തി. ഇനി ഈ വഴിയിലൂടെ എങ്ങനെ മുന്നോട്ടു പോകും? കാരണം ഇതൊരിക്കലും അവസാനിക്കുന്നില്ല, ഇതൊരു തുടരയാത്രയാണ്. ഈ യാത്രയിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ആദ്യത്തേത്, നിങ്ങളുടെ ഉള്ളിലെ ആ വെളിച്ചത്തെ തിരിച്ചറിയുക. നിങ്ങൾ ഒരു സർവൈവറാണെന്ന് എപ്പോഴും ഓർക്കുക. രണ്ടാമതായി, നിങ്ങളുടെ കഥയ്ക്ക് എന്ത് അർത്ഥം വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ആ അധികാരം മറ്റാർക്കും വിട്ടുകൊടുക്കരുത്. അവസാനം, ആ പുതിയ കഥയെ ധൈര്യത്തോടെ സ്വീകരിച്ച് മുന്നോട്ട് നടക്കുക. പക്ഷേ എല്ലാ ദിവസവും ഒരുപോലെ ആവില്ല, അല്ലേ? ചിലപ്പോൾ നമ്മൾ എത്ര ദൂരം വന്നുവെന്ന് മറന്നുപോകുന്ന ദിവസങ്ങളുണ്ടാകും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അന്ന് സ്വയം കുറച്ചുകൂടി സ്നേഹവും ക്ഷമയും കൊടുക്കുക. ഓർക്കുക, ഹീലിംഗ് എന്നു പറയുന്നത് ഒരു ഓട്ട മത്സരമൊന്നുമല്ല, അതൊരു ശാന്തമായ യാത്രയാണ്. ഓരോ ചുവടും സമാധാനത്തോടെ സാവധാനം മുന്നോട്ട് വെക്കുക. നിങ്ങളുടെ യാത്ര മനോഹരമാകട്ടെ.